ഹായ് ഹലോ വേൾഡ് ടെക്കിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ജൂപ്പിറ്ററിൻ്റെ ഹെഡ്ലൈറ്റ് കത്തുന്നില്ല. അപ്പോൾ 2 ദിവസമായിട്ട് നമ്മുടെ ഹെഡ്ലൈറ്റിലാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മളത് ഊരിയിട്ട് എന്തുവാന്ന് ചെക്ക് ചെയ്തിട്ട് റെഡിയാക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സ്കൂട്ടറിൻ്റെ ഹെഡ്ലൈറ്റ് വർക്കാവുന്നില്ല. അപ്പോൾ നമ്മളത് അഴിച്ച് റെഡിയാക്കാൻ പോവാണ്. കാരണം സ്വിച്ചിൻ്റെ കംപ്ലൈൻ്റ് ഒന്നുമില്ല. നമ്മൾ സ്വിച്ച് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഡിമ്മ് ബ്രൈറ്റ് ആക്കുന്ന സ്വിച്ചും അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ സ്വിച്ച് നമ്മൾ അഴിച്ചു നോക്കിയിട്ടുണ്ട്. അതിൻ്റെ കംപ്ലൈൻ്റ് അല്ല. അപ്പോൾ ഇത് വയറിങ്ങിന് എന്താ പ്രശ്നം? കാരണം ബാക്കിലെ പാർക്ക് ലൈറ്റ് കത്തുന്നില്ല, ഫ്രണ്ടിലെ പാർക്ക് ലൈറ്റ് ഹെഡ്ലൈറ്റും കത്തുന്നില്ല. അപ്പോൾ വയറിങ്ങിന് എന്തോ പ്രശ്നമാണ്. അപ്പോൾ നമ്മളിത് ഫുള്ള് അഴിച്ചാൽ മാത്രമേ ഇത് വയറിങ് നോക്കാൻ പറ്റത്തുള്ളൂ. നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഹോണും ഇൻഡിക്കേറ്ററും ഒക്കെ വർക്ക് ആവുന്നുണ്ട്. പാർക്കും ഹെഡ്ലൈറ്റും മാത്രം കത്തുന്നില്ല. നമ്മുടെ വണ്ടിയുടെ വയറിങ് വരുന്ന ഭാഗം കവർ ഫുള്ള് നമ്മൾ അഴിച്ചിട്ടുണ്ട്. അഴിച്ചിട്ട് നമ്മളത് ഫുള്ള് ഓരോന്നായിട്ട് ചെക്ക് ചെയ്ത് നോക്കണം. എവിടെയാണ് കംപ്ലൈൻ്റ് എന്നുള്ള, എവിടെ വയറിങ്ങിൻ്റെ എല്ലാം വിട്ടുപോയതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം.
അപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തിട്ട് സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ എഞ്ചിനിൽ നിന്ന് വരുന്ന കറണ്ടിൻ്റെ വയർ കട്ടായി കിടക്കുവാണ്. അപ്പോൾ നമ്മളത് ജോയിൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാം അതിൻ്റെ തന്നെ കംപ്ലൈൻ്റ് ആണോ എന്ന്. അപ്പോൾ നമ്മളിത് വയർ കട്ടായി പോയത് കട്ട് ചെയ്തിട്ട് ജോയിൻറ്റ് ചെയ്യാൻ പോവാണ്. ജോയിൻറ്റ് ചെയ്തിട്ട് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അതിൻ്റെ ആണോ എന്ന്. അപ്പം നമ്മൾ ജോയിൻറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ടേപ്പ് അടിച്ചിട്ടുണ്ട്, കാരണം ഷോർട്ട് ആവാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ചെക്ക് ചെയ്തപ്പം ഓക്കെ ആണ്. അപ്പോൾ വയർ കട്ടായതിൻ്റെ പ്രശ്നമാണ് ഹെഡ്ലൈറ്റ് കത്താഞ്ഞത്. ഇനി നമ്മളത് പിന്നെ ടേപ്പ് എങ്ങും ഷോർട്ട് ആവാത്ത രീതിയിൽ ഫുള്ള് നല്ലപോലെ ടേപ്പ് അടിച്ച് സെറ്റ് ചെയ്യുക.
അപ്പം ഹെഡ്ലൈറ്റ് ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഹെഡ്ലൈറ്റ് റിപ്പയറിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ഒരു അടിപൊളി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.